കാനഡ നല്ലൊരു പണി നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. IRCC ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റുഡൻറ് വിസയ്ക്ക് പോകുന്ന ആൾക്കാർക്ക്, മെയിനായിട്ടുള്ള പ്രശ്നം പറയുന്നത് സ്റ്റുഡൻറ് വിസയ്ക്ക് ഇവിടെ പോകുന്ന ആൾക്കാർക്കാണ്. സ്റ്റുഡൻറ് വിസയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതുവരെ ഒരു എമൗണ്ട് കാണിക്കണമായിരുന്നു. GIC എമൗണ്ട് എന്ന് പറയും. അതായത് നമ്മുടെ ലീവിങ് എക്സ്പെൻസ് കാണിക്കാൻ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി നമ്മൾ കാണിക്കുന്ന എമൗണ്ട്. ആ എമൗണ്ട് മുമ്പ് ഇതുവരെ നമ്മൾ അടച്ചേർന്നത് 6.5 ലക്ഷം രൂപയാണ് അടച്ചേർന്നത്. ആ 6.5 അത് 10,000 കനേഡിയൻ ഡോളർ. അത് ഇപ്പോൾ അവരാക്കിയിരിക്കുന്നത് 20,635 കനേഡിയൻ ഡോളർ ആക്കി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തുക, ഏകദേശം 13 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ കുട്ടികളെ ഇനി അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കാനഡയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഈ 13 ലക്ഷം രൂപ അടയ്ക്കുന്നത് പേടിക്കേണ്ട കേസൊന്നുമില്ല. ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കാം. 1 മാസം കഴിയുമ്പോൾ പിൻവലിക്കാം, 2 മാസം കഴിയുമ്പോൾ പിൻവലിക്കാം, 3, 4, 5 ഒരു വർഷത്തിലുള്ള എല്ലാ പൈസയും നമുക്ക് പിൻവലിക്കാം. പക്ഷേ ഇത് ഒരുമിച്ച് അടയ്ക്കണം. ഇത് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് SDS വഴി സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ SDS വഴി സ്റ്റുഡൻറ് വിസയെ കുറിച്ചിട്ട് ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് പറ്റുമെങ്കിൽ കണ്ടാൽ നല്ലതായിരിക്കും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കാരണം പറയണത് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിക്കുന്ന കുട്ടികൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാവാൻ കാരണം 3 പൊളിറ്റിക്കൽ റീസൺസും പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.